കേന്ദ്ര സർക്കാരിന്റെ പ്രതിപക്ഷ വിരോധം നിർബാധം തുടരുകയാണ്. സുപ്രീം കോടതി അടക്കം വലിയ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാരിന് കുലുക്കമേ ഇല്ല. ഏറ്റവും ഒടുവിലായി സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട 1500 കോടിയോളം രൂപ തടഞ്ഞുവെച്ചാണ് കേന്ദ്രം കലിപ്പ് അടക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് തുടങ്ങി പ്രതിപക്ഷ ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കും സമഗ്ര ശിക്ഷാവിഹിതം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളവും തമിഴ്നാടും പോലെ ഏതാണ്ട് 100% കുട്ടികളും സ്കൂളിൽ ചേരുകയും കൊഴിഞ്ഞുപോക്ക് ഗണ്യമായി കുറച്ചു കൊണ്ടുവരികയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്ത സംസ്ഥാനങ്ങളെയും ഈ മാനദണ്ഡങ്ങളിലെല്ലാം അതീവ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളെയും ഒരേപോലെ സമീപിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. രാജ്യത്തെ എല്ലാ ബ്ലോക്കുകളിലുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 2 സ്കൂളുകൾ വീതം മൊത്തം 14,500 മാതൃകാ സ്കൂളുകൾ 2027 അവസാനിക്കുന്ന 5 വർഷം കൊണ്ട് വികസിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യം. അവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനം, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം എന്ന വേർതിരിവുകൾ പാടില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നടക്കുന്നത് മറ്റൊന്നാണ്. ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകളായിരിക്കും പദ്ധതിക്കായി തെരഞ്ഞെടുക്കപ്പെടുക. 27,360 കോടി രൂപയാണ് മൊത്തം വരുന്ന ചെലവ്. ഇതിന്റെ 66%, അതായത് 18,128 കോടി രൂപ കേന്ദ്ര വിഹിതവും ബാക്കി സംസ്ഥാന വിഹിതവുമായിരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ഈ മാതൃ സ്കൂളുകൾ രാജ്യത്തെ മൊത്തം 1.32 ലക്ഷം സ്കൂളുകളുടെ കേവലം 1.4% മാത്രമാണ്. അപ്പോൾ സമാന സാഹചര്യം നേരിടുന്ന മറ്റു സ്കൂളുകൾ വികസിക്കണ്ടേ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകൾക്ക് വാർഷിക ഗ്രാന്റ്, സയൻസ് കിറ്റുകൾ എന്നിവയ്ക്കായി പ്രതിവർഷം പരമാവധി 25 ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക. പദ്ധതി കാലയളവായ 5 വർഷത്തിനിടയിൽ ഒരു സ്കൂളിന് ലഭിക്കാവുന്ന ആനുകൂല്യം 1.25 കോടി രൂപയാണ്. ഇന്ത്യയുടെ വരുന്ന സുവർണ തലമുറയെ വാർത്തെടുക്കാൻ കേന്ദ്ര സർക്കാർ സ്കൂളുകൾ ഒന്നിന് 5 വർഷത്തേക്ക് വെറും 1 കോടി രൂപയാണ് നൽകുന്നതെന്ന് ചുരുക്കി പറയാം. മോദി സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കുന്ന PM ശ്രീ പദ്ധതിയിൽ പറയുന്ന സ്കൂൾ കെട്ടിടങ്ങൾക്കടക്കം അടിസ്ഥാന സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും അടക്കം വിവര സാങ്കേതിക സംവിധാനങ്ങളും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും കേരളത്തിലെ മഹാഭൂരിപക്ഷം സ്കൂളുകളിലും നേരത്തെ തന്നെ ലഭ്യമാണ്. എന്നിട്ടും PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ല എന്നതിന്റെ പേരിൽ സർവ ശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ വിഹിതം കേരളത്തിന് നിഷേധിക്കുന്ന കേന്ദ്ര നിലപാട് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയല്ലാതെ മറ്റെന്താണ് എന്നാണ് ചോദിക്കാനുള്ളത്.